നമ്മളിത് കണ്ടല്ലോ, ഒരു അടച്ചിട്ടിരുന്ന ബ്ലോക്കാണ് തകർന്നതെന്ന് വെച്ചാൽ അത് ഇടിഞ്ഞ് വീണത്. അവിടെ ടോയ്ലറ്റ് ബ്ലോക്കാണ് ഉണ്ടായിരുന്നത്. അത് ഉപയോഗശൂന്യമായതുകൊണ്ട് മറ്റു വാർഡുകളിൽ അതിന് പകരം ടോയ്ലറ്റുകൾ നിർമ്മിച്ച് അതാണ് ആളുകൾ ഉപയോഗിച്ച് വന്നിരുന്നത്. അങ്ങനെയാണ് പ്രിൻസിപ്പളും സൂപ്രണ്ടും ഇവിടെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സർജിക്കൽ ബ്ലോക്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ആ ബ്ലോക്കിനോട് ചേർന്ന് ഏതോ ഘട്ടത്തിൽ നിർമ്മിച്ച ഒരു ടോയ്ലറ്റ് ബ്ലോക്കാണ്. അപ്പോൾ സർജിക്കൽ ബ്ലോക്ക് 10-68 വർഷം മുൻപ് നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ആ ബിൽഡിങ്ങിലുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ പണം അനുവദിച്ചുകൊണ്ട്, ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന് മൊത്തമായി നമ്മൾ അനുവദിച്ചത് 536 കോടി രൂപയാണ്. ഈ ബിൽഡിംഗ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ബിൽഡിംഗ് സർജിക്കൽ ബ്ലോക്കാണ്. അവിടെ 360 ബെഡാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ടോട്ടൽ 565 ബെഡുകളാണ് നമുക്ക് ഇവിടെ ഇടാനായിട്ട് കഴിയുക. നമ്മൾ നിൽക്കുന്നത് ICUവിലാണ്. അപ്പോൾ ഇത് മെയ് മാസം 30-ാം തീയതി ഇതിന്റെ ഒരു ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ എല്ലാം നമ്മൾ തയ്യാറാക്കി അതിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരുന്നു. ഇതിന് ഓപ്പറേഷൻ തിയേറ്ററുകൾ മാത്രമാണ് നമുക്കിനി അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ടുള്ളത്. പക്ഷെ അതിനുവേണ്ടി കാക്കാതെ തന്നെ ഈ വാർഡിലെ ആളുകളെ 360 പേരെയും ഇവിടേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ദയവായിട്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തരുത് എന്നുള്ളതാണ് ഒരു സുരക്ഷാ ഭീഷണിയും നിലവിലില്ല. ഒരു സുരക്ഷാ ഭീഷണിയും ഇല്ല. നമുക്ക് അത്രയും പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജ് നടത്തുന്നത്.